കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ അപ്പത്തിന് മാവ് കൂട്ടിയേക്കണ കാര്യം പറഞ്ഞ പോലെ തന്നെയാണ് ഈ ചിക്കൻ വാങ്ങിക്കുന്ന ദിവസം എനിക്ക് കേട്ടോ ഭയങ്കര സമാധാനമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിക്കൻ വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു 4 ദിവസത്തേക്ക് രാവിലത്തെയും ഉച്ചക്കത്തെയും വൈകുന്നേരത്തെയും കാര്യം ഒന്നും നോക്കേണ്ട ആവശ്യമില്ല. നോ ടെൻഷൻ കേട്ടോ. അപ്പോൾ ഇതാ ഇന്ന് ചിക്കൻ വാങ്ങിച്ച് അതൊക്കെ കഴുകി അവിടെ വരക്ക് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ചോറിനുള്ള അരിയൊക്കെ എടുത്തെങ്ങാണ്ട് അത് കഴുകിങ്ങാണ്ട് വെള്ളം ഒഴിച്ച് കൂടെ ഒരു സ്പൂണും കൂടി ഇട്ട് കൊടുത്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. സ്പൂൺ ഇട്ട് കൊടുക്കുന്നത് ചിന്തി പോകുന്നതിന് വേണ്ടിയിട്ടാണ്, പോകുന്നതിനല്ല പോകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ അതാ ചിക്കൻ കറിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി തക്കാളി മേൽപ്പറഞ്ഞതെല്ലാം കട്ട് ചെയ്തുങ്ങാണ്ടി എടുത്തിട്ട് മൺചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് കറിവേപ്പില എന്നിവ എണ്ണയിലേക്ക് ഇട്ടുങ്ങാണ്ട് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കും കേട്ടോ. എന്നിട്ട് പിന്നെ അതിലേക്ക് കട്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തക്കാളിയും കൂടെ ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് വഴറ്റി നല്ലപോലെ പച്ചമണക്കൊന്ന് മാറി വരുന്ന ടൈമിൽ മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി മുളക് പൊടി ചിക്കൻ മസാല ഗരം മസാല ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്രയും ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പുരട്ടി കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തുങ്ങാണ്ട് ഒന്നുകൂടെ ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം അതൊന്ന് തിളച്ച് വരുമ്പോൾ അതിലേക്ക് നമ്മൾ കട്ടാക്കി വൃത്തിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന ചിക്കനും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം മൊത്തത്തിലൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഏകദേശം ഇവിടെ സെറ്റായിട്ടുണ്ട്. ഇനി മൂപ്പര അവിടെ കിടന്ന് വേവട്ടെ. അപ്പോഴത്തേക്കും ഇതാ ഞാനിവിടെ ചിക്കനൊക്കെ ഓരി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ആർക്കും കൊടുക്കാൻ വേണ്ടി ഓരി വെച്ചൊക്കൊന്നല്ല, 2-3 ദിവസത്തിനുള്ളത് പാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു ചിക്കൻ വാങ്ങിയാൽ ഇങ്ങനെ നടക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആളില്ലാത്ത പെരയിലൊക്കെ ഇങ്ങനെ നടക്കും കേട്ടോ. ഞാൻ 2 കുട്ടികളിലേ ഉള്ളൂ, ഞങ്ങൾക്ക് ഇതൊക്കെ തന്നെ ധാരാളം. ഇന്ന് ഉച്ചക്ക് വെച്ച ചിക്കൻ കറി നാളെ രാവിലേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിക്ക് വരെ ഉണ്ടാകും കേട്ടോ. കാരണം അത്രയല്ലേ നമ്മൾ ജനസംഖ്യ കൂടുതലുള്ള വീടുകളിലെ കാര്യമല്ല ഞാൻ പറഞ്ഞത്, കുറവുള്ള വീടുകളുടെ കാര്യം. അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളി ചായച്ച് ബാക്കി ഉണ്ടാകുന്നത് അതും ഫ്രിഡ്ജിക്ക് വെച്ച് ഓരി വെച്ച ചിക്കനും കൂടെ ഫ്രിഡ്ജിക്ക് വെച്ചതിന് ശേഷം ഇവിടെ ഇവരെന്തായിക്കണമെന്ന് വന്ന് നോക്കിയിട്ടോ. അപ്പോൾ അതൊക്കെ നല്ലപോലെ വെന്ത് സെറ്റായി വന്നപ്പോൾ അതാ മക്കൾക്ക് ചോറ് കൊടുക്കുകയാണ്. ഇനിയിപ്പോൾ ഞാൻ കുളിച്ചിട്ട് ഞാൻ ഫുഡ് കഴിക്കുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.